ഈ അടുത്തിടെയായി റിലീസ് ചെയ്ത സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു സിനിമ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമായി മാറുകയാണ്. ഇസ്രായേൽ സയന്റിസ്റ്റുകളാണ് ഏറ്റവും കൂടുതലും വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത്. ഈ സിനിമയെ അത്രമേൽ ഇസ്രായേൽ സയന്റിസ്റ്റുകളെ ചൊടിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? ഈ സിനിമയിലെ സ്റ്റോറി തന്നെയാണ് അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ. അതിലൊന്ന് വലിയ സമ്പത്തും വലിയ കെട്ടിടങ്ങളുമൊക്കെയുള്ള ഒരു സമ്പന്നമായ ഒരു രാജ്യം, മറ്റൊന്ന് പാവപ്പെട്ട നിരാലംബരായ ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യമാണ്. ഈ സമ്പന്നമായ രാജ്യം ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ആ രാഷ്ട്രത്തെ ആക്രമിക്കുമ്പോൾ ആ പാവപ്പെട്ട ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥയിൽ സൂപ്പർമാൻ എത്തുന്നത്. എന്നാൽ ഈ സിനിമ കാണുന്നവർക്ക് അത് രണ്ട് സാങ്കല്പിക രാജ്യങ്ങളാണ് എന്നതിലുപരി അത് ഇസ്രായേലും ഗസയുമായിട്ട് തോന്നുകയാണ്. തോന്നുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല, അത്രമേൽ സാമ്യതയുണ്ട്. ഉദാഹരണത്തിന് ഈ സിനിമയിൽ ഈ സമ്പന്ന രാജ്യത്തെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നെതന്യാഹുവിനെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ധിക്കാരിയായ ഒരു ഭരണാധികാരിയും കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പാവപ്പെട്ട രാജ്യത്തെ കണ്ടുകഴിഞ്ഞാൽ ഗസയെപ്പോലെ തോന്നിപ്പോകും. കാരണം അത്രമേൽ സാമ്യതയുണ്ട്. അവിടെയുള്ള ജനങ്ങളാകട്ടെ, തകർന്ന കെട്ടിടങ്ങളാകട്ടെ, നിരാലംബരായ ആളുകളാകട്ടെ, അങ്ങനെ എല്ലാം. ഇതുതന്നെയാണ് ഇസ്രായേലിനെ വല്ലാതെ ചൊടിപ്പിച്ചത്. തങ്ങളെ ലോകത്തിന് മുന്നിൽ വലിയ ക്രൂരന്മാരാക്കി ഈ സിനിമ ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങളുമായി സയന്റിസ്റ്റുകൾ രംഗത്ത് വരുന്നത്. നോക്കൂ, ഗസയിൽ നടക്കുന്ന ആ ഒരു അവസ്ഥയും ആക്രമണങ്ങളും പുറലോകമറിയാതിരിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകരെ പോലും ഇസ്രായേൽ പട്ടാളം വെടിവെച്ച് കൊലപ്പെടുത്തുന്നു എന്നുള്ളത് നാം മറക്കരുത്. പക്ഷേ എന്തൊക്കെ ചെയ്താലും, എങ്ങനെയൊക്കെ തടയിടാൻ ശ്രമിച്ചാലും ഗസയിലെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതോടൊപ്പം ഇസ്രായേൽ ഭരണകൂടം അവിടെ നടത്തുന്ന ആ കൊലപാതകങ്ങളും ആക്രമണങ്ങളും ലോകമത് കാണുക തന്നെ ചെയ്യും.